HSST നോട്ടിഫിക്കേഷൻ വന്നു. HSSTയുടെ ക്ലാസ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡെമോ ക്ലാസ് കാണാൻ പറ്റുമോ എന്നൊരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻട്രി ആപ്പിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ HSSTയുടെ കോഴ്സ് എടുത്ത് നോക്കിയാൽ പൈസയൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ്, കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ അങ്ങനെ കാണാൻ പറ്റും. ഇന്നൊരു ഡെമോ ക്ലാസ്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എൻട്രിയുടെ ജനറൽ പേപ്പറിനകത്ത്, അതായത് HSSTയുടെ 30 മാർക്കിൻ്റെ ജനറൽ പേപ്പർ ഉണ്ടല്ലോ, അതിലൊരു 10 മാർക്ക് റിസർച്ച് മെത്തഡോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുണ്ട്. ഈ 10 മാർക്കും നിങ്ങൾക്ക് നേടാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. അതായത് HSSTയിൽ 10 മാർക്ക് ഉറപ്പ് തരാം. എങ്ങനെയാ ആ ഭാഗം? അതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ സബ്ജക്റ്റുകാർക്കും കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കണം. അവിടെ നിന്ന് പരമാവധി ചോദ്യങ്ങൾ സോൾവ് ചെയ്ത വഴിയും ആ ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്, അതിനെ ഒന്ന് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് ആ ഏരിയ മുഴുവൻ കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് HSST ക്വസ്റ്റ്യൻ പേപ്പറുകളും വിവിധ സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് പാക്കായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഒരു ഡെമോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യാം. അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് ഈ വീഡിയോസ് ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതനുസരിച്ചിട്ടായിരിക്കും പുതിയത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ HSSTയുടെ ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ 10 മാർക്കിൻ്റെ ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ടോപ്പിക്ക് ഒന്ന് കാണിച്ചു തരാം. റിസർച്ച് മെത്തഡോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടീച്ചിങ്, അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റം. ഇത്രയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരും. ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത 5 മാർക്ക് വരുന്ന മേഖലയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്പ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് എത്തിക്സ്, പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം, തീസിസ് റൈറ്റിംഗ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. അപ്പോൾ അതും അതിനകത്തുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന അടുത്ത ഏരിയ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഇതിനു മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളും ആ 5 ചോദ്യങ്ങളോട് ചേർന്നുള്ള അതിൻ്റെ ടോപ്പിക്കുകളുമാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന മേഖലകളിൽ നിന്നുള്ള അഡീഷണൽ ഫാക്റ്റുകളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 10 ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത പാർട്ടിൽ, അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. ഞാൻ പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അങ്ങനെ എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സോൾവ് ചെയ്യാൻ പറ്റും. അത് HSST കോഴ്സിൻ്റെ ഭാഗമായിട്ട് എൻട്രിയിൽ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകും. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ യൂസ് ചെയ്യുക, നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് നീഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മെത്തഡോളജി ചാപ്റ്റർ ഓഫ് തീസിസ്. അപ്പോൾ ഇത് പഠിക്കാത്ത ഒരാൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ MEdനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ BEdലുണ്ട്, ഇല്ല എന്നല്ല, കുറച്ച് ഡീറ്റെയിലായിട്ട് അവിടെയാണുള്ളത്. അപ്പോൾ ആ മേഖല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മെത്തഡോളജി ചാപ്റ്റർ ഓഫ് തീസിസിനകത്ത് വരാത്തത് ഫോളോയിങ് നീഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പ്രൊസീജിയർ അഡോപ്റ്റഡ് ഫോർ ദ സ്റ്റഡി, സാമ്പിൾ ടേക്കൺ ഫോർ ദ സ്റ്റഡി, ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി, റിലേറ്റഡ് ലിറ്ററേച്ചർ ഓഫ് ദ സ്റ്റഡി. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് പറയുന്ന ഈ മൊമെൻറ്റിൽ ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്ത് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനും പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെത്തഡോളജി ചാപ്റ്റർ ഓഫ് തീസിസ് എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 എണ്ണമാണ്. റിലേറ്റഡ് ലിറ്ററേച്ചർ ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്ന സാധനം അതിൽ വരുന്നതല്ല. ഇപ്പോൾ മെത്തഡോളജി എങ്ങനെയാണ് നമ്മളൊരു സാധനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റഡിയിൽ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സാമ്പിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതെല്ലാമാണ്, അതൊക്കെ ഇതിൻ്റെ മെത്തഡോളജിയുടെ ചാപ്റ്ററിനകത്ത് വരുന്ന സാധനമാണ്. പക്ഷേ റിലേറ്റഡ് ലിറ്ററേച്ചർ ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് അതിനകത്തല്ല വരുന്നത്. ഇതാ നോക്കൂ, റിലേറ്റഡ് ലിറ്ററേച്ചർ ഈസ് യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്റർ. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്, നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ പല ചാപ്റ്ററുകളുണ്ട് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ നേരത്തെ നമ്മൾ കണ്ട ഈ ക്വസ്റ്റ്യൻസിൻ്റെ തുടക്കത്തിൽ കണ്ട എന്താ മെത്തഡോളജി ചാപ്റ്റർ, ഇങ്ങനെ ഓരോ ചാപ്റ്റർ ഉണ്ട്. ഓരോ ചാപ്റ്ററിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ മെത്തഡോളജി ചാപ്റ്ററിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റഡ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ദ മെത്തഡോളജി ചാപ്റ്റർ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ്, മെത്തഡോളജി ചാപ്റ്ററുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്?
പ്രൊസീജിയർ അഡോപ്റ്റഡ്, സാമ്പിൾ ടേക്കൺ, ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഇതൊക്കെയാണ് മെത്തഡോളജി ചാപ്റ്ററിൽ വരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഈ 10 മാർക്കിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ടീച്ചിങ് മെത്തഡോളജി, റിസർച്ച്, ആപ്റ്റിറ്റ്യൂഡ്, അതിങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി വായിച്ചിട്ട് പോയി എന്നുള്ളതുകൊണ്ട് ഉത്തരം കിട്ടില്ല. പോയിന്റ് ബൈ പോയിന്റ്. കാരണം നമ്മൾ എഴുതുന്ന ഒരു MCQ എക്സാമാണ്, അല്ലാതെ നമ്മൾ എസ്സേ എഴുതല്ല, B.Ed M.Ed എഴുതിയ പോലെ അല്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു സെഷൻ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ദ ഡേറ്റ കളക്ഷൻ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ കളക്ഷൻ ടെക്നിക്ക്, ഒബ്സർവേഷൻ ഷെഡ്യൂൾ, ഡോക്യുമെൻറ്റ് റിവ്യൂ, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവർക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ എണ്ണി എടുക്കാൻ പറ്റുന്ന, അല്ലെ സ്കോറിങ് പോലെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മാർക്കുകൾ എന്നൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഗുണമാണ്, അല്ലെ ക്വാളിറ്റിയാണ്. മനസ്സിലായില്ല, വ്യത്യാസമുണ്ട്. അങ്ങനെ അളന്നെടുക്കാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണം ആയിരിക്കില്ല ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒബ്സർവേഷൻ ഷെഡ്യൂളോ ഡോക്യുമെൻറ്റ് റിവ്യൂയോ ഇൻ്റർവ്യൂ ഷെഡ്യൂളോ ഒന്നുമല്ല, അതെന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടിനെ നമുക്കിങ്ങനെ ഒരു മാത്തമാറ്റിക്കൽസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അളന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. നോക്കൂ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഓൺ ന്യൂമറിക്കൽ ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അതാണ് അവിടുത്തെ പോയിന്റ്. ന്യൂമറിക്കൽ ഡേറ്റ, നിങ്ങൾക്ക് കിട്ടുന്ന നമ്പേഴ്സ്, വാല്യൂസും അത് ഉപയോഗിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെഷറബിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ സ്കോഴ്സും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് മാർക്കിങ്ങിലൂടെയൊക്കെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ ടെക്നിക്കിലൂടെയൊക്കെ അതിനുപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒബ്സർവേഷൻ ഷെഡ്യൂളോ ഡോക്യുമെൻറ്റ് റിവ്യൂയോ ഇൻ്റർവ്യൂ ഷെഡ്യൂളോ ഒക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ മിക്സഡ് മെത്തേഡ്സിനകത്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. വ്യത്യാസം അറിഞ്ഞിരിക്കണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഏരിയ ഉണ്ട്. ഞാൻ ടോപ്പിക്കിലേക്കല്ല കിടക്കുന്നത്, ക്വസ്റ്റ്യൻ വിത്ത് അതിൻ്റെ അഡീഷണൽ ഫാക്ടറുകളാണ് പോകുന്നത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കവർ ചെയ്ത് വരുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, വിച്ച് അമോങ് ദ ഫോളോവിങ് മേ നോട്ട് ബി ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ ലേണിംഗ് എക്സ്പീരിയൻസ്? ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, ലേണർ ഓറിയൻറ്റഡ്, പ്രാക്ടിക്കബിലിറ്റി, ഈസിനെസ് ഓഫ് കണ്ടക്റ്റിങ്. അതായത് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും റിസർച്ചിൻ്റെ ക്വസ്റ്റിനകത്ത് കയറി വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈസിനെസ് ഓഫ് കണ്ടക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുമോ? ലേണിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യുന്നതിനകത്ത് വരുന്ന ഈസിനെസ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫാക്ടറായിട്ട് വരുമോ? ഇല്ല. പ്രാക്ടിക്കാബിലിറ്റി വരും, ലേണർ ഓറിയൻറ്റേഷൻ വരും, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറയുന്നതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് അവിടെ വരില്ല. ലോജിക്കലി ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ആദ്യ പോർഷൻ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഒതൻറ്റിസിറ്റി ഓഫ് ഡേറ്റ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ത്രൂ. ഹിസ്റ്റോറിക്കൽ റിസർച്ച്, പല ടൈപ്പ് റിസർച്ച് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ദ ഒതൻറ്റിസിറ്റി ഓഫ് ഡേറ്റ ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ത്രൂ എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണോ, എക്സ്പേർട്ട് ക്രിറ്റിസിസം ആണോ, ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണോ, സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം ആണോ? അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓരോ ടൈപ്പ് ഓഫ് റിസർച്ച്, അതിനകത്ത് യൂസ് ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതിൻ്റെ ഒതൻറ്റിസിറ്റി ഡേറ്റ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് പഠിച്ചെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. ഇത് ഓർത്തിരിക്കുക. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എക്സ്റ്റേണൽ ക്രിറ്റിസിസമാണ് യൂസ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഒതൻറ്റിസിറ്റി ഓർ ജെന്യുവിനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓർ സോഴ്സസ്, വെദർ ദ സോഴ്സ് ഈസ് ഒറിജിനൽ അല്ലെങ്കിൽ ഫോർജഡ് ആയിട്ട് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അൾട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ടോ, ഒറിജിനൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് എക്സ്റ്റേണൽ ക്രിറ്റിസിസം നടത്തുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത് ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിബിലിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ദ കണ്ടന്റ്. അതാണ് ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. എക്സ്പേർട്ട് ആൻഡ് സിസ്റ്റമാറ്റിക് ക്രിറ്റിസിസം ആർ നോട്ട് സ്റ്റാൻഡേർഡ് കാറ്റഗറീസ് യൂസ്ഡ് സ്പെസിഫിക്കലി ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഒതൻറ്റിസിറ്റി ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. എക്സ്പേർട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി അത് ഹിസ്റ്റോറിക് റിസർച്ചിനകത്ത് വരുന്നതല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ എക്സ്റ്റേണൽ ക്രിറ്റിസിസം ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാവുന്നതാണ്. വിച്ച് അമോങ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻ്റർവെയിനിങ് വേരിയബിൾ? ഇമ്പോർട്ടൻ്റ് വേരിയബിൾസ് റിസർച്ചിനകത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയാണ്. ടീച്ചിങ് മെത്തേഡാണോ, ഇൻ്റലിജൻസ് ആണോ, ഫാറ്റിഗ് ആണോ, സോഷ്യോ എക്കണോമിക് ലെവലാണോ? ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാൽ. അപ്പോൾ റിസർച്ചിൻ്റെ ഏരിയ മുഴുവനായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ വേണം ആ 10 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ആ 10 മാർക്ക് ഈ രീതിയിൽ ഒന്ന് ഡീൽ ചെയ്ത് പോയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി പറയാം. അതനുസരിച്ച് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. സോ
ഈ വേരിയബിളിലേക്ക് വരുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മളത് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരെണ്ണമുണ്ട്. അതിൽ വരുന്നത് ഫാറ്റിഗ്യൂ ആണ്. അതായത് നമ്മൾ മടുത്ത് പോവുക അല്ലേ, ടയർഡാകുന്ന അവസ്ഥയൊക്കെ വരുന്നത്. അതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് മെത്തേഡോ ഇൻ്റലിജൻസോ സോഷ്യോ എക്കണോമിക് ലെവലോ ഒന്നും അതിനകത്ത് വരുന്നതല്ല. അപ്പോൾ എന്താണ് ഈ ഒരു വേരിയബിളിൻ്റെ അർത്ഥം, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം? വേരിയബിൾ ദാറ്റ് കംസ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ടെമ്പററിലി. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുന്നതുകൊണ്ട് റിസൾട്ടിനെ ബാധിക്കുന്നില്ല. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നത് ഔട്ട്കമ്മിനെ ടെമ്പററി ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കും കേട്ടോ, വളരെ ഡീറ്റെയിലായിട്ട് നിങ്ങൾ തിയറി പഠിക്കുന്നുണ്ട്, നമുക്ക് ടോപ്പിക്കുകൾ എടുക്കുന്നതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ക്വസ്റ്റ്യനെ ഒന്ന് കൈകാര്യം ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആ 4 ഓപ്ഷൻസിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഓപ്ഷൻ സി, ഫാറ്റിഗ്യൂ എന്ന് പറയുന്ന വന്നിരിക്കുന്നത്. ലേണിംഗ് ഡ്യൂറിങ് ആൻ എക്സ്പെരിമെൻറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ദ മെയിൻ വേരിയബിൾ ബീങ് സ്റ്റഡീഡ്. ഇപ്പോൾ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ടീച്ചിങ് മെത്തേഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ വേരിയബിളാണ്. സോഷ്യോ എക്കണോമിക് ലെവൽ എന്ന് പറയുന്നത് എക്സ്ട്രേനിയസ് വേരിയബിളായിട്ടും നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ആരാണ്, എന്താണെന്ന് പഠിക്കണം. പല ടൈപ്പ് വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുക. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചല്ലോ. ഈ 5 ക്വസ്റ്റ്യനകത്തുള്ള കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഏരിയ ആണെന്ന് മനസ്സിലായില്ലേ? റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ സിലബസിനകത്തും തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു രീതി കൂടി നമ്മൾ ഈ ഒരു HSST കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ HSSTയുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള നമ്പറും അതുപോലെ ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.